CJP സമരം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കലാശിച്ചു. ഇതുവഴി പ്രതിപക്ഷത്തിന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവും? പ്രതിപക്ഷത്തിന് നേട്ടമാണോ ചോദിച്ചത്? പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷം നേട്ടമെന്ന് കരുതുന്നുണ്ട്, പക്ഷെ നേട്ടമെന്ന് യാഥാർത്ഥ്യം അവർ കരുതുന്നുണ്ട് ചോദിച്ചില്ല. കാരണം അത്തരം ആഹ്ലാദം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അവർ ശ്രമിക്കുന്നത് അമിത്ഷായെ കൊണ്ട് മാപ്പി ചോദിപ്പിക്കുക, പ്രധാനമന്ത്രിയുടെ മാപ്പി ചോദിപ്പിക്കുക. അവര് പാർലമെന്റിൽ ബഹളം തുടരുന്നു. ഈ സമരം വിജയിച്ചായിട്ട് മുദ്രാവാക്യം പോലും പ്രതിപക്ഷ നേതയുടെ ഭാഗത്തുനിന്നില്ല. CJP-ക്കാർക്ക് അത് പറയാം, ഞങ്ങളുടെ സമരം വിജയിച്ചു. സമരത്തിൽ ഇറങ്ങിയ വിദ്യാർത്ഥികൾക്ക് പറയാം, വേണമെങ്കിൽ സമരത്തിന്റെ സൈഡിൽ നിന്ന് ഗുണ്ടകൾക്ക് പോലും പറയാം ഞങ്ങൾ വിജയിച്ചു. പക്ഷെ ഇവർക്ക് പറയാൻ പറ്റുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് ആദ്യം ഒന്നും പ്രധാനമന്ത്രിയുടെ വസതിക്ക് ഒരു സമരം നടത്തി, പിന്നെ അത് പിൻവാങ്ങി. ഒരു സമരത്തിൽ പിൻവാങ്ങിയത് ഇടതുപക്ഷം അതിന് മുമ്പ് തന്നെ ബാക്ക് ഓഫ് ചെയ്തായിരുന്നു. കാരണം കോൺഗ്രസിന്റെ സമരത്തിന്റെ ഒരു പരിധിക്കുള്ള അവരുടെ ഒപ്പം പോകാൻ താല്പര്യമില്ല. മുസ്ലിം ലീഗുള്ള പാർട്ടികളെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ തമിഴ്നാട്ടിലെ വിജയിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ നീറ്റ് വേണ്ട എന്ന ഒരു ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. DMK ആണെങ്കിൽ ഈ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. DMK കഴിയുന്നത് ഇപ്പോൾ BJP-യുടെ ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ADMK ഓൾറെഡി BJP-യുടെ ഒപ്പമാണ്. അവര് ഏതെങ്കിലും ഐക്യദാർഢ്യം പോലും സമരത്തിന് പ്രഖ്യാപിച്ചിട്ടില്ല. ചുരുക്കത്തിൽ ഇന്ന് പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ്, ഇടതുപക്ഷ കക്ഷികൾ, ദെൻ അഖിലേഷ് യാദവ് പോലുള്ള SP പോലുള്ള ആൾക്കാരൊക്കെയാണ് ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചു നിന്നിരുന്നെങ്കിലും അവസാന ഘട്ടമായപ്പോഴത്തേക്കും സമരത്തിന് എല്ലാവരും പിൻവാങ്ങി. അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ അവിടെ പ്രതിഷേധക്കാരായിട്ട് വന്ന ആൾക്കാർ, കുറച്ച് വിദ്യാർത്ഥികൾ, CJP എന്ന് അവകാശപ്പെട്ട് വന്നവർ, അരാജകവാദികൾ, അവസാനം കുറെ ഗുണ്ടകൾ, ഇതിനിടയ്ക്ക് കുറെ സിഖ് ഭീകരവാദി പോലുള്ള ആൾക്കാർ, ഇതുപോലെ കാശ്മീർ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ, ഇവരൊക്കെയാണ്. ഇങ്ങനെയുള്ള കുറെ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ സിഖ് പൗരോഹിത്യം ഉള്ളതിന്റെ വാളൊക്കെ എടുത്ത് പിടിച്ച് നിൽക്കണ്ടായിരുന്നു. ചിലരൊക്കെ പോലീസിന്റെ ഒക്കെ ആക്രോശം ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 100-ലധികം പോലീസുകാർ ആക്രമിക്കപ്പെട്ടു. 80-ലധികം പോലീസുകാർ ആശുപത്രിയിലായി. വനിതാ മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു. മറ്റു മാധ്യമപ്രവർത്തകരുടെ അസഭ്യ വർഷമായിരുന്നു. അതിലൊക്കെ എല്ലാം കഴിഞ്ഞപ്പം ഇവര് മാപ്പ് ചോദിച്ചിട്ടുണ്ട്, CJP-ക്കാർ അങ്ങനെയൊക്കെ ചെയ്തിട്ട്. ആ മാധ്യമപ്രവർത്തകൻ അതിന്റെ മാപ്പ് കൊടുത്ത് നിങ്ങളുടെ സോറി ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന മട്ടിൽ പ്രതികരിച്ചിട്ടുമാണ്. എന്തായാലും അവസാനം വന്നപ്പം CJP-ക്ക് ഒരു വിജയം എന്ന മട്ടിൽ ഇത് അവസാനിക്കും. CJP-ക്ക് ഒരു വിജയം എന്ന മട്ടിൽ അവസാനിക്കുന്നതാണ് BJP-ക്കും താല്പര്യം. അതിനെന്താ കാരണം എന്ന് ചോദിച്ചാൽ, മറ്റൊരു AAP-യുടെ ഉദയം നമ്മളിവിടെ കാണും. ഈ AAP വന്നപ്പോൾ എങ്ങനെയായിരുന്നു? AAP വന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഒരു പൊളിറ്റിക്കൽ ടെൻഷനുള്ള സമയത്ത്, അതായത് മൻമോഹൻ സിംഗിന്റെ 10 വർഷം നീണ്ട ഭരണം അവസാനിക്കുന്നു. അതിന്റെ ഇലക്ഷൻ വരും. അതിന് 2 വർഷം മുമ്പ് തന്നെ മോഡിയെ അടുത്ത നേതാവായിട്ട് BJP തിരഞ്ഞെടുക്കുന്നു. മോഡിയെ മുൻനിർത്തിക്കൊണ്ട് BJP ഇലക്ഷൻ രംഗത്തേക്ക് പ്രവേശിക്കുന്നു. ഈ ഒരു ഇതിനിടയ്ക്ക് ഒരു ഘട്ടത്തിലാണ് 2012 ആയിട്ട് മോഡിയെ BJP-യിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് നേതാവായിട്ട് നിശ്ചയിക്കാൻ പോയ സമയം 2018-13 പക്ഷെ 2012 തന്നെ AAP വരുന്നു. അണ്ണാ ഹസാരെയുടെയൊക്കെ സമരം ഉണ്ടായി. അതിനുശേഷമാണ് AAP ഉദയം ചെയ്തത്. ഈ AAP എന്താണ് ചെയ്തത്? AAP ചെയ്തത് കോൺഗ്രസ് വിരുദ്ധ വോട്ടുകളും BJP വിരുദ്ധ വോട്ടുകളും അവരിലേക്ക് എടുത്തു. അവര് കോൺഗ്രസുമായിട്ട് സഖ്യത്തിൽ പോയില്ല. കോൺഗ്രസിനോട് എതിർത്ത് നിന്ന കാരണം കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ അവർക്ക് കിട്ടി. അതിന്റെ ഗുണഭോക്താവായിട്ട് മാറിയത് വാസ്തവത്തിൽ BJP-യാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, നോർമലി അവിടെ ഉണ്ടായിരുന്ന ഒരു ഭരണപക്ഷമോ പ്രതിപക്ഷമോ അതിന്റെ കൂടെ AAP കൂടിയില്ല. അരവിന്ദ് കെജ്രിവാളിന്റെ AAP പ്രത്യേക പാർട്ടിയായിട്ട് നിന്നു. അപ്പോൾ BJP വിരുദ്ധമായിട്ടുള്ള കുറെ വോട്ടുകളുണ്ട്, എന്നാൽ കോൺഗ്രസിന് കൊടുക്കാൻ താല്പര്യമില്ല. ആ വോട്ടുകൾ AAP-യിലേക്ക് പോയി. കോൺഗ്രസ് വിരുദ്ധമായിട്ടുള്ള കുറെ വോട്ടുകളുണ്ട്, അത് BJP-ക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ എന്ത് പറ്റും? അവിടെ മൂന്നാമതൊരു പാർട്ടി ഇല്ലെങ്കിൽ ആ BJP വിരുദ്ധമായ കോൺഗ്രസ് വിരുദ്ധ വോട്ട് കോൺഗ്രസിലേക്ക് തിരിച്ചു പോകും. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ ആ വോട്ടുകൾ പോയത് കൊണ്ടാണ് AAP വന്നത്. AAP-യിലേക്ക് പോയി. രാജ്യവ്യാപകമായിട്ട് AAP ഒരു തരംഗമായി. എറണാകുളം മണ്ഡലത്തിൽ അന്ന് ലോക്സഭാ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു AAP-ക്ക്. 50,000 വോട്ട് പിടിച്ചു. കേരളത്തിൽ പലയിടത്തും അവരുടെ സാന്നിധ്യം ഉണ്ടായി. ഇന്ത്യയിലെ പല പല സ്റ്റേറ്റുകളിലെ AAP-കാരും നിന്നു. ധാരാളം ഇടത്തവരെ ഇലക്ഷൻ സ്ഥാനാർത്ഥി നടത്തി ഒത്തിരി വോട്ട് പിടിച്ചു. ഒക്കെ ശരിയാണ്. എന്നിട്ട് അടുത്ത 10 കൊല്ലത്തേക്ക് ഒരു രാഷ്ട്രീയത്തിന്റെ സകല നാടകങ്ങൾ അരങ്ങേറിയതിൽ ഇതേ AAP ഉണ്ടായിരുന്നു. അവർ കഴിയുന്ന ഒരു ഇലക്ഷനിലും ഇന്ന് ഇന്ത്യപറ്റിയായിട്ടിരിക്കുന്ന മുന്നണി അന്ന് UPA അതിന്റെ ഒപ്പം ചേർത്തില്ല. അവർ NDA-യുടെ ഒപ്പം ചേർന്നില്ല, UPA-യുടെ ഒപ്പം ചേർത്തില്ല, ചേരാണ്ട് നിന്നു. അത് നിന്നതിന്റെ ഗുണഭോക്താവായിട്ട് BJP മാറി എന്നുള്ളതാണ് വാസ്തവം. അത്തരം ഒരു AAP, ആ AAP എന്നൊന്നും അല്ലാണ്ടായിട്ട് മാറുകയാണ്. ഡൽഹിയിൽ ആ ഒരു AAP-യുടെ സാന്നിധ്യം കുറഞ്ഞിരിക്കുന്നു. BJP-യുടെ അധികാരത്തിൽ വരുന്നു. പഞ്ചാബിലാണ് അവർക്ക് പിന്നെ എന്തെങ്കിലും ഒരു നിർന്നത്. പഞ്ചാബിന്റെ ഇലക്ഷൻ മുന്നിൽ നിൽപ്പുണ്ട്. ഈ സമയത്ത് ചിത്രത്തിൽ നിന്ന് AAP-യെ പിന്തുണയിക്കൊണ്ട് ഒരു CJP പൊക്കി വരുന്നു. അപ്പം AAP-യിൽ നിന്ന് CJP-യിലേക്കുള്ള പരിണാമമാണ് സംഭവിക്കുന്നത് എന്നാണ് എനിക്ക് വായിക്കാൻ തോന്നുന്നത്. അങ്ങനെ ആവാനുള്ള സാധ്യത. കാരണം എന്താ? ഇതൊരു 10 വർഷത്തിൽ ആവർത്തിക്കേണ്ട ഒരു പ്രതിഭാസമാണ്. 6-7 വർഷം കഴിഞ്ഞാൽ തന്നെ അതിന് മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ അവസ്ഥയല്ല ഇവിടെ. ഒരു രാഷ്ട്രീയ തലമുറ മാറുന്ന ഒരു സമയമാണ് ഈ ഒരു 7 തൊട്ട് 10 വർഷം വരെയുള്ള സമയം.
അത് 2 ലോക്സഭയുടെ കാലാവധി എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം. ഇന്നത്തെ 18 വയസ്സുള്ള വോട്ടേഴ്സ് മോഡി അധികാരത്തിൽ വരുമ്പോൾ അവർക്കുണ്ടാവുക 8 വയസ്സാണ്. ഇല്ല, അന്ന് 10 വയസ്സുള്ള, അന്ന് 20 വയസ്സ്. അവരിലെത്തുള്ളത് പുതിയ വോട്ടേഴ്സാണ്. അപ്പോ ആ വോട്ടേഴ്സ് അന്നത്തെ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല. അവർക്ക് അതെല്ലാം പ്രായമായിട്ടില്ല. എന്നാൽ അവർ പുതിയ വോട്ടേഴ്സായിട്ട് വരും. അവർ നോക്കുമ്പോൾ ഇപ്പൊ പെട്ടെന്ന് പുതിയ വോട്ടേഴ്സായിട്ട് അവർ മുന്നിൽ നോക്കുമ്പോൾ കാണുന്നത് മോഡി എന്നൊരാൾ, ഇദ്ദേഹത്തിനെതിരായിട്ടാണ് പ്രതിഷേധം. അപ്പൊ മോഡി എന്തോ പ്രശ്നക്കാരനാണ് എന്ന് വിചാരിക്കും. ഇവിടെ മോഡിയുടെ ആവശ്യം എന്താണ്? മോഡിയുടെ ആവശ്യം ആ പുതിയ വോട്ടേഴ്സിനെ ഉൾപ്പെടെയുള്ള പുതിയ കാല ജനറേഷനെ അഡ്രസ് ചെയ്യാന്നുള്ളതാണ്. അദ്ദേഹം ജെൻസിയെയും ഈ പുതിയ കാല ജനറേഷനെ അഡ്രസ് ചെയ്താണ് ഇൻസ്റ്റയിലും വീഡിയോയിലും വന്നത്. അതുകൊണ്ടാണ് മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് അദ്ദേഹം വീഡിയോ ചെയ്തതിന്റെ കാരണം തന്നെ അദ്ദേഹത്തിന് പുതിയ വോട്ടേഴ്സ് അദ്ദേഹത്തിന് എതിരാവാൻ പാടില്ല. അങ്ങനെ ആയാലും BJP അധികാരത്തിൽ ഇറങ്ങും. അപ്പൊ അവിടെ എങ്ങനെ ആയിരിക്കണം? അതൊരു പുതിയ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് അവർ നിൽക്കുന്നു. അത് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നു. അത് AAP പോലുള്ള പാർട്ടികൾക്ക് ഒരു ബദലാവും, പ്രതിപക്ഷ പാർട്ടികൾക്ക് ബദലാവുന്നു. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾക്കാണെങ്കിലും അവർക്ക് ഓൾറെഡി ഒരു ബേസ് ഉണ്ട്. ആ ബേസായിട്ട് അവർ നിൽക്കും. അവരോട് സഹകരിക്കാത്ത, നേരിട്ട് പ്രക്ഷോഭത്തിലോ ഇലക്ഷനിലോ സഹകരിക്കാത്ത ഒരു പുതിയ മൂവ്മെന്റ് ആയിട്ട് ഈ CJP മാറാനുള്ള സാധ്യതകൾ മുന്നിലുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇടതുപക്ഷമൊക്കെ അവർക്ക് പിന്തുണ കൊടുക്കാണ്ട് മാറിയത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് മാറിയത്. കാരണം ഇത് വേറൊരു AAP ആവാനുള്ള സാധ്യത ഒരു മുന്നിൽ കാണും. ഇത് മറ്റൊരു AAP ആയിട്ട് മാറാനുള്ള സാധ്യത നരേന്ദ്രമോദിയും മുന്നിൽ കാണുന്നുണ്ട്, BJP മുന്നിൽ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സമരത്തെ തൃണവൽക്കരിക്കാനോ അടിച്ചമർത്താനോ കേന്ദ്ര സർക്കാരിന് പറ്റാത്തതാണ്. ഡൽഹിയിൽ വന്ന് 1000 2000 പേര് സമരം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. 140 കോടി ജനങ്ങൾ, പകുതിയോളം ആൾക്കാരുടെയെങ്കിലും മിനിമം പിന്തുണയുള്ള ഒരു പാർട്ടി ഇതിനെ ഭയന്നു മാറേണ്ട ആവശ്യമുണ്ടോ? അവരുടെ മുന്നിൽ ചർച്ചകളെല്ലാം ഇത് അംഗീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് രാഷ്ട്രീയത്തിലെ കാറ്റ് എങ്ങോട്ട് വീശുമെന്ന് മുൻകൂട്ടി അറിയാവുന്ന ആൾക്കാരാണ് ഇത്ര സീനിയർ നേതാക്കന്മാർ പല്ല്. അവർക്കറിയാം നാളെ ഈ CJP എന്തായിട്ട് മാറും. അപ്പോൾ അതൊരു പുതിയൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സേഫ്റ്റി വാൽവ് ആയി മാറാനുള്ള സാധ്യതയാണ് മുന്നിൽ. എന്താണ് ഈ പൊളിറ്റിക്കൽ സേഫ്റ്റി വാൽവ്? പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രഷർ വല്ലാണ്ട് രാജ്യത്ത് വർദ്ധിച്ചു വരുമ്പോൾ ആ പ്രഷർ കുറയ്ക്കാൻ സേഫ്റ്റി വാൽവ് ഓൺ ചെയ്യാം. അതിൽ കൂടി ചില നടപടി കൂടെയോ പ്രശ്നങ്ങളിൽ കൂടെയോ ആ സേഫ്റ്റി വാൽവിൽ കൂടെ കുറെ പ്രഷർ പുറത്തേക്ക് പോകണം. അതോടുകൂടി പ്രഷർ കുക്കറിനകം ശാന്തമാകും, അല്ലെങ്കിൽ ഒരു ബോയിലറിനകം ശാന്തമാവും എന്ന് പറഞ്ഞ പോലെ രാജ്യത്തിനകം ശാന്തമാവും. ഇത്തരമൊരു പ്രക്രിയയാണ് വാസ്തവത്തിൽ CJP എടുത്തിരിക്കുന്നത്. CJPയെ കുറിച്ച് വളരെയധികം കാണ്ടം അധ്യായം എഴുതി അതിനെക്കുറിച്ച് വീരഗീതങ്ങൾ രചിക്കുന്നവർ എത്ര പറയാനുള്ളൂ. അവർ ഇതിനപ്പുറം യാതൊരു തത്വവും എടുത്തിട്ടില്ല. ഒരു ദേ വർക്ക് ആസ് എ പ്രഷർ സേഫ്റ്റി വാൽവ്, ഇത്ര മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് CJPയുടെ റോൾ എന്ന് ചോദിച്ചാൽ അടുത്ത AAP ആയിട്ട് മാറാം. ഒരു 10 വർഷം അവർക്ക് വാഴാം. അതെന്ന് പറഞ്ഞാൽ ഒരു നാഷണൽ പാർട്ടിയായിട്ട് BJP ഒരു ശക്തിയോടുകൂടി നിലനിൽക്കുമ്പോൾ, അനുദിനം വർദ്ധിച്ചു വരുന്ന ജനബന്ധയോടുകൂടി നിലനിൽക്കുമ്പോൾ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന BJP പ്രതിഷേധങ്ങൾക്ക് പോയി കിടക്കാൻ ഒരു സ്ഥലം വേണം. അതിടാനായിട്ടൊരു കൊട്ട വേണ്ടി വരും. അതായിട്ടാണ് CJPയോടെ മാറിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആലോചിക്കുകയും കുറച്ചുകൂടെ കാത്തിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇത് വ്യക്തമാകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അവർക്ക് കുറച്ച് പൊങ്ങേറാനുള്ള അവസ്ഥയാണ്. ഇതുകൊണ്ട് പ്രതിപക്ഷത്തിന് ഗുണം കിട്ടാൻ പോലുള്ള, പ്രതിപക്ഷത്തിന് വോട്ട് കിട്ടാൻ പോലുള്ള, പ്രതിപക്ഷത്തിന് ഭാവിയിലേക്ക് കിട്ടേണ്ട വോട്ട് ചോർന്നത് മാത്രമേ ഉള്ളൂ. ഈ റിസൾട്ട് വരുന്ന UP ഇലക്ഷനിലും വരുന്ന ലോക്സഭാ ഇലക്ഷനിലും നമുക്ക് കാണാൻ സാധിക്കും.